സകൃതകൃതമായ നാട്ടുകാരെ, എല്ലാ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കുറച്ചിട്ടാ മതി കേട്ടോ. മീന് പള്ളറിയാൻ വേണ്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കല്ലോ. ഇന്നത്തെ വീഡിയോ ഞാൻ തകർത്തിരിക്കും. പിടിക്കണോ? നല്ല ബ്യൂട്ടിഫുൾ സ്ഥലട്ടാ. നോക്ക് അടിപൊളിട്ടാ. എന്താ വെച്ചാല് ഇവിടെ നല്ല നീറ്റ് വെള്ളാട്ടോ. പിന്നെ അപ്പുറത്ത് നല്ല പച്ചപ്പുല്ല്. നമ്മളെ നാട്ടിലെ ഒരു പുഴയിലത്തെ ഒരു ഫീല് കിട്ടും അല്ലേ? സൗദി തന്നെ ഇവിടെ നല്ല. ഇവിടെ ഓരോന്നും വെള്ളത്തിന് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടായി വന്നിട്ട് അതിൻ്റെ മുകളിൽ അപ്പുറത്ത് നടുവിൽ ഇങ്ങനെ കിളികൾ ഇങ്ങനെ കൂടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിലൊരു പൂവുണ്ടാവും, അത് കൂടാക്കി മാറ്റും. വലിയൊരു ഫിഷ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മീനെ കിട്ടി. നോക്കട്ടെ വലിയൊരു കിട്ടി. നടന്നോട്ടെ. ഭയങ്കര ആവേശം കഴിച്ചു. ഒരു 5-6 മീൻ കിട്ടിയപ്പോ എന്തേ കളിങ്ങണ്ടോ? ഇവിടെ നിങ്ങളെ മോന് മൈദട്ട് മീൻ പിടിക്കുന്നു. അപ്പോ ഇതാ മീൻ പിടിച്ചിട്ട് ഒരാൾ ജീവള്ള ചെറുതാ. ലൊക്കേഷൻ വേണ്ടിയോല് കമന്റ് ചെയ്താൽ നമ്മൾ അയച്ചു തരാം കേട്ടോ. അല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പച്ചപ്പും ഇവിടെയൊക്കെയാണ് മീൻ ഉണ്ടാവുക. കാരണം നല്ല കൊള്ളിലൊക്കെ നമ്മളെ നാട്ടിൽ നിൽക്കുന്നതായിട്ട് തന്നെ കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളേരിയാണ്, ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ഉള്ള നേരം നമ്മൾ വരിക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരിക. സംഭവം അത്യാവശ്യം കരുതണം, വരുമ്പോൾ നമ്മൾ കരുതണം. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈവനിങ് ഏതാ ചോദിച്ചതാ ഇതുപോലെ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുന്ന ഈവനിങ് ആയിരിക്കും. കാരണം അതൊക്കെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. കാരണം എവിടെ പച്ചപ്പും പരിതാപവും ഉണ്ടോ അവിടെ ഞങ്ങളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ നല്ല എന്താ ഉറപ്പായിട്ട് പറയാം. കാരണം നമുക്ക് അത്ര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ കഴിയുന്നതും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ലൈഫ്. ആ ചെടീൻ്റെ മുകളിലൊക്കെ കണ്ടോ ഗൈസ്? 1, 2, 3, 4, 5 ഇതൊക്കെ കിളിക്കൂടാട്ടോ. നല്ല രസം ഡെയിലിയുള്ള കിളിനെ കാണാൻ. പക്ഷേ കിളിയൊന്നും ഇപ്പോൾ പുറത്തില്ല. ഇങ്ങനെ സ്ഥലം കണ്ടോ? മൈദട്ട് കലക്കിന് അതിസാഹസികമായി ആശി കൈകൊണ്ട് മീൻ പിടിക്കുകയാണ്. കിട്ടിയാലോ ആശി 2 അടിക്ക് പൊരിക്കാൻ തരണേ? ഓ കിട്ടി. കൈകൊണ്ട് മീൻ പിടിക്കാനുള്ളൊരു ടാലൻ്റാണ് ആശിക്കുള്ളത്. നിങ്ങൾ ഇത് കാണണം. ആശി ഒരു മീൻ പിടിച്ചിട്ട് അതിന് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ആക്കി പാത്രത്തിലൊക്കെ ആക്കി കണ്ട് ഈ ഒരു ഇതിൻ്റെ കരയിൽ വെച്ച് അത് ചാടിപ്പോയി. ഇപ്പം മീൻ തപ്പാണ് കഴിച്ച. അവിടെ നിന്ന് മെനക്കെട്ട് തപ്പുന്നുണ്ട്. എന്നാലും അവൻ പിടിച്ച് കഴിച്ചു. മൈദ കയ്യിലാക്കിയിട്ടാണ് അവൻ പിടിച്ചത് കേട്ടോ. ഇനി മൈദ കോർക്കൽ. മൈദ ഒരു സംഭവം കേട്ടോ. കാരണം മൈദ ഇട്ടിട്ട് വരുന്നുണ്ട്. നമ്മൾ കുറച്ചിട്ടാൽ മതി കേട്ടോ, കുറച്ച്. കാരണം മീൻ പള്ളറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കല്ലോ. നമ്മൾ മീൻ പിടിക്കാട്ട് കൊടുക്കല്ലേ. അപ്പോൾ നമ്മൾ ചൂണ്ടലൊക്കെ സെറ്റായി ഗൈസ്. ഇനി നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകണം. ഒന്ന് ഞാൻ സൈഡിൽ നിന്നാണ് മീൻ പിടിക്കുന്നത്. സൈഡിൽ നിന്ന് നമുക്കൊന്ന് ഇട്ടിട്ടാലോ ഗൈസ്. ഒരു മീൻ വന്നും കണ്ടിങ്ങനെ കൊത്തി നോക്കുന്നുണ്ട്. താര ചൂണ്ടയാണ്. കിട്ടിയോ? യെസ് ഗൈസ്, സാധനത്തിന് കിട്ടി ഗൈസ്. ആശി ഇന്നെ ചൂണ്ടലിട്ട് പിടിക്കണ്ടോ? ഇല്ല. പോയി മുമ്പ് പിടിച്ചോ. ഞാൻ പിടിച്ചോളൂ. പക്ഷെ അവിടെ കച്ചറയിക്കുന്നു. മീനെ കിട്ടായിട്ട് മീനോട് ദേഷ്യം പിടിക്കുന്ന. ഞാൻ പിടിക്കട്ടെ. നീ ഇവിടെ തല്ലാണ് മീൻ പിടിക്കാൻ. ഞാൻ ഇവിടെ ചൂണ്ടൽ കോർത്ത് നിൽക്കുക.
പോണതാ പഠിച്ചോനെ തോട്ട് പോ അയ്യോ ആ അങ്ങനെ തന്നെ ഇനി അങ്ങോട്ട് ഇട്ടോട് എൻ്റെ അടുത്താണ് ആറണം ഓക്കെ. അപ്പോൾ സൗദി അറേബ്യയിൽ അടിച്ച് പൊളിക്കല്ല എന്ന് ചോദിക്കുന്നവർ പറയും ഇതാണ് സൗദി അറേബ്യത്തെ അടിച്ചു പൊളി. ഇങ്ങനത്തെ പച്ചപ്പുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ തേടി കണ്ടുപിടിച്ചതാ ഇതുപോലെ നമ്മൾ ചൂണ്ട ഇടും. അതാണ് പണി. അടങ്ങിയതില്ലടാ. ആ അതന്നെ ആ സൈഡ് കൂടെ പാമ്പല്ലേ ഈണ്. അതാ പാമ്പന്നെ കയറാൻ പറയുന്നു. തേങ്ങാന്ന് നാളെ നാട് ആവുന്നില്ല അല്ലാണ്ട് ഈ കയറും വെള്ളത്തുനിന്ന്. സോ ഗൈസ് അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അത്യാവശ്യം മീനിനെ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ കുറച്ചൊക്കെ മീനിനെ കിട്ടിട്ടാ, ക്യൂട്ട് മീനിനെ. അപ്പോൾ നമുക്ക് പോവാം. കുളിച്ച് വരണം. അപ്പോൾ ഗൈസ് ഇതുപോലെയാണെങ്കിൽ ഞാൻ അടിപൊളി വീഡിയോ ആയിട്ട് വരും. മീൻ കച്ചവടമായിട്ട് മീൻ കച്ചവടം ചെയ്യാൻ പോവാ. പൊരിക്കാനാ